മേഘങ്ങൾ ജലകണികകളും ഐസും മാത്രമല്ല, അതിൽ പൊടിയും വായുവും പല രാസവസ്തുക്കളും കുടിക്കൊള്ളുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുല്ലദീ യുർസിലു റിയാഹ ഫതുസീറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ വെളിച്ചത്തിൽ അസഹാബുത്തബഖി എന്ന പേരിൽ കാർമേഘങ്ങളുടെ ഒരു വകുപ്പിനെ ചില പണ്ഡിതന്മാർ എണ്ണിയത് കാണാം. എന്നിട്ട് ആ കാർമുകിലിന്റെ ചില പ്രത്യേകതകൾ അവർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്രകാരം അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി എന്ന് തുടങ്ങിയ വചനത്തിൽ അസ്സഹാബുർ റുകാമി എന്ന ഒരു തരം കാർമേഘങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ ഉണർത്തി. എന്നിട്ട് അതിൻ്റെ സവിശേഷതകളും പ്രത്യേകതകളും അവർ വിശദീകരിച്ചു. മൂന്നാമതൊരു തരം കാർമേഘങ്ങൾ അസ്സഹാബുൽ മുഅസ്സിറാണ്. വഅൻസൽനാ മിനൽ മുഅസ്സിറാതി മാഅൻ സജ്ജാജ എന്ന ആയത്തിൽ പരാമൃഷ്ടമായ അൽ മുഅസ്സിറാത്ത് എന്ന കാർമേഘത്തിന്റെ പേരിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു അസ്സഹാബുൽ മുഅസ്സിർ എന്ന വകുപ്പിനെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകതയും അതേപോലെ സവിശേഷതയും പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഞാനിത് കേൾപ്പിച്ചത് കാർമേഘങ്ങളെല്ലാം ഒരേ തരത്തിലും ഒരേ ഭാവത്തിലും പ്രകൃതത്തിലുമല്ല, പല പ്രത്യേകതകളിലും പ്രകൃതത്തിലുമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കാർമേഘങ്ങളിൽ ദൃഷ്ടാന്തങ്ങൾ പല നിലക്കുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയും. ഇതിലൊക്കെ വലിയ ഗവേഷണങ്ങൾ ശാസ്ത്രലോകത്തുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് വിസ്തൃതരായ പല ശാസ്ത്രജ്ഞന്മാരും ഈ കാർമേഘങ്ങളെക്കുറിച്ചൊക്കെ സവിസ്തരം പഠനം നടത്തി പറയുകയും ഉണ്ടായിട്ടുണ്ട്. ചില സൂചനകൾ ഞാനിവിടെ നൽകിയെന്ന് മാത്രം. ഞാൻ പറഞ്ഞതുപോലെ അസ്സഹാബു സിഖാൽ, ഭാരിച്ച കാർമേഘങ്ങൾ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രണ്ടിടത്ത് പറഞ്ഞ കാർമേഘത്തിന്റെ വകുപ്പ് ശാസ്ത്രം ഏറെ പഠന വിഷയമാക്കിയ ഒരു മേഖലയാണിത്. സൂറത്തുർ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ യുരീഖുമുൽ ബർഖ ഖൗഫൻ വ തമഅ വയുൻശിഉസ് സഹാബസ് സിഖാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മിന്നൽ പിണർ കാണിക്കുന്നു, പേടിയും പ്രത്യാശയും ജനിപ്പിക്കുമാർ. വയുൻശിഉസ് സഹാബസ് സിഖാൽ, അവൻ ഭാരിച്ച കാർമേഘങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ സൂറത്തുൽ ആറാഫിൽ അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ സുഖ്നാഹു ലിബലദിൻ മയ്യിത്ത്. അല്ലാഹുവിൻ്റെ മഴയാകുന്ന റഹ്മത്തിന് മുന്നോടിയായി കാറ്റിനെ അയക്കുന്നവനാണ് അവൻ. അങ്ങനെ ഈ കാറ്റ് സഹാബൻ സിഖാലിനെ വഹിച്ചാൽ നിർജീവമായ നാട്ടിൽ അതിനെ നാം മഴയായി പെയ്യിപ്പിക്കുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. ഇവിടെ റഅദിൽ പറഞ്ഞ അസ്സഹാബു സിഖാൽ, സൂറത്ത് ആറാഫിൽ പറഞ്ഞ സഹാബൻ സിഖാലൻ, ഭാരിച്ച കാർമേഘങ്ങൾ. മാനത്തേക്ക് നമ്മൾ നോക്കിയാൽ എല്ലാ കാർമേഘങ്ങളും ഭാരിച്ചവയായി നമ്മൾ കാണുന്നില്ല. കാർമേഘങ്ങൾ ലഘുവായി, വളരെ ചെറുതായി, കുതിച്ച് പായുന്നവയായി, കാറ്റിൽ പെട്ടെന്നൊഴുകുന്നവയായി ഒക്കെ നമ്മൾ കാണുന്നു. എന്നാൽ ചില കാർമേഘങ്ങൾ ഭാരിച്ച് കനം തൂങ്ങി രൗദ്രഭാവം പൂണ്ട് മാനത്ത് നിലകൊള്ളുകയും ചലിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. അസ്സഹാബു സിഖാൽ പഠന വിധേയമാക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രത്യേകത വലിയ അളവിൽ അത് ജലം പേറുന്നു എന്നുള്ളതാണ്, മഴയെ വഹിക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രം ഇത്തരം മേഘക്കീറുകളെ, അത് ഉൾക്കൊണ്ട ജലാംശം, മഴ, ഇതിനെ അളക്കാനും തൂക്കാനും ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. ചെറിയ ഒരു അളവ് കാർമേഘത്തിൽ തന്നെ എത്രയോ മില്യൺ ടണ്ണുകൾ ജലമാണ് വഹിക്കപ്പെടുന്നത്, കുടികൊള്ളുന്നത് എന്ന് കണ്ടെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഒരു കാർമേഘത്തിൻ്റെ പ്രത്യേകത ആധുനിക ശാസ്ത്രലോകത്തിൻ്റെ പഠനത്തിൽ വിശുദ്ധ ഖുർആന്റെ വലിയ ഒരു മുഅ്ജിസത്ത്, ദൃഷ്ടാന്തം ഇതാണെന്ന് വിധിക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും കാർമേഘം ധാരാളം ദൃഷ്ടാന്തങ്ങളുള്ള അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെയും കാരുണ്യത്തെയും ഒരുപോലെ വിളിച്ചറിയിക്കുവാൻ എത്രയും മതിയായ ദൃഷ്ടാന്തമാണ് കാർമേഘം.